വാശി പിടിച്ചു നിന്നു, സഖ്യത്തിനില്ല എന്ന് പറഞ്ഞു തുറന്നടച്ച രാഹുലിനെ പുറത്താക്കി. ഒടുവിൽ മുട്ടുകുത്തി നിൽക്കേണ്ട അവസ്ഥ. അതായത് ബംഗാളിലെ രാഹുലിന്റെ പടയോട്ടത്തിന് മുന്നിൽ മുട്ടുവിറച്ചിരിക്കുകയാണ് മമതയ്ക്ക്. പ്രധാനമന്ത്രി സ്ഥാനം മോഹിച്ചു നടക്കുന്ന മമതയ്ക്ക് തിരഞ്ഞെടുപ്പിന് ശേഷമാകാം സഖ്യമെന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്ന തൃണമൂൽ കോൺഗ്രസിന് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത്. ലക്ഷ്യം വെച്ചത് മുസ്ലിങ്ങളെയാണ്. അതായത് ന്യൂനപക്ഷ സെല്ലിന്റെ വൈസ് പ്രസിഡന്റായ ഷക്കീൽ അൻസാരിയെ ചാക്കിട്ട് പിടിച്ചതോടുകൂടി കടന്നു വരുന്നത് ഒരുപാട് ന്യൂനപക്ഷ സെല്ലിന്റെ നേതാക്കന്മാരാണ്. CPM-ൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നുമൊക്കെ കോൺഗ്രസിലേക്ക് എത്തുന്നവരുടെ കണക്ക് പ്രതിദിനം തന്നെ കൂടുതലാണ്. അതായത് ഇതിനോടകം തന്നെ 3000 ആളുകൾ ഷക്കീൽ അൻസാരിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ കൂടുതൽ ആളുകളാണ് കോൺഗ്രസിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് ഇനി കോൺഗ്രസിനെ സാധിക്കുമെന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പടയോട്ടത്തിന് മുന്നിൽ മുസ്ലിങ്ങൾ കോൺഗ്രസിന് കൈ കാണിച്ചു നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്നാൽ രാഹുലിന്റെ ഈ പടയോട്ടത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുകയാണ് മമത. ഞെട്ടലോടുകൂടിയാണ് മമതാ ബാനർജി രാഹുലിന്റെ ഈ പടയോട്ടത്തെ നോക്കിക്കാണുന്നുള്ളത്. നേരത്തെ പലതവണ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിന് രാഹുൽ ശ്രമിച്ചിരുന്നുവെങ്കിലും ആ സഖ്യത്തിന് തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് കാല് തട്ടിവിടുന്ന ഒരു അവസരത്തിലേക്ക് മമത എത്തിയിരുന്നുവെങ്കിലും എന്നാൽ രണ്ടും കൽപ്പിച്ച് തൃണമൂൽ കോൺഗ്രസിനെ നേരിടുമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നിരുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയായത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു സുവർണ നിമിഷത്തിലേക്കാണ് കടന്നു പോകുന്നുള്ളത്. മുസ്ലിങ്ങൾക്ക് കോൺഗ്രസിനെയാണ് ഇപ്പോൾ വിശ്വാസമുള്ളത്. നേരത്തെ CPM-നെ തറപ്പറ്റിച്ച് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ അധികാരത്തിലേറാൻ സാധ്യതയും 26% വരുന്ന ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ തന്നെയാണ്. ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളിൽ കടന്നു വന്ന തൃണമൂൽ കോൺഗ്രസ് ശക്തമായിട്ടുള്ള മുസ്ലിം വിരുദ്ധത നിലപാടാണ് രഹസ്യ നീക്കത്തിലൂടെ നടത്തുന്നുള്ളത് എന്നുള്ളതാണ് ഷക്കീൽ അൻസാരിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ഷക്കീൽ അൻസാരിയെയും കൂടി രാഹുൽ ഗാന്ധി ചാക്കിട്ട് പിടിച്ചതോടുകൂടി മമത ന്യൂനപക്ഷത്തിനിടയിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു വലിയ ഒരുക്കത്തിലാണ്. മുസ്ലിം വോട്ടുകൾ നിലനിർത്താനുള്ള ശ്രമത്തിനിടയിലും രാഹുലിന് മുന്നിൽ മുസ്ലിം വോട്ടുകളെല്ലാം കടന്നു പോകുന്നതോടുകൂടി മമത വിറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ബംഗാളിൽ നിന്ന് ലഭിക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.